PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 27/8/2024 നടന്ന റിപ്പോർട്ടർ ഗ്രേഡ് 2 മലയാളം ലെജിസ്ലേറ്റർ സെക്രട്ടേറിയറ്റിലേക്ക് നടന്ന, അതായത് കാറ്റഗറി നമ്പർ 638/2023 PSC പരീക്ഷയുടെ PSC തന്നെ തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ ആണ് വായിക്കാൻ പോണത്. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോർ മനസ്സിലാക്കുക. ഈ ക്വസ്റ്റ്യൻ പേപ്പർ മറ്റ് പരീക്ഷകൾ PSC പരീക്ഷകൾ, അതായത് LDC പോളിലൊക്കെ എഴുതുന്നവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇതിലെ കുറേ ഭാഗങ്ങൾ, അപ്പോൾ അത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കിടക്കാം. നമുക്ക് ഒന്നാമത്തെ ചോദ്യം, എക്സാമിൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ഹിമാലയാസ്, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്. ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ കറക്റ്റ് ഉള്ളൂ. അതായത് ഹിമാദ്രി ഇസ് ദ ഹയസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഓഫ് ദ ഹിമാലയൻ റേഞ്ചസ്, അതായത് ഡി ആണ് ആൻസർ. 2, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് പെനിൻസുലാർ റിവേഴ്സ്. ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അതിൽ 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ എ ആണ് ആൻസർ വരിക. അതായത് ആസ് ദീസ് ആർ റെയിൻ ഫെഡ് റിവേഴ്സ് ദ വാട്ടർ ഫ്ലോ ഇൻ ദീസ് റിവേഴ്സ് ഡിക്രീസസ് ഇൻ സമ്മർ. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, പെനിൻസുലർ റിവേഴ്സ് ഡു നോട്ട് ക്രിയേറ്റ് ഡീപ്പ് വാലീസ് ആസ് ദേ ഫ്ലോ ത്രൂ ഹാർഡ് ആൻഡ് റെസിസ്റ്റൻറ്റ് റോക്സ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, എ ആണ് കീ. മൂന്നാമത്തെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ഇന്ത്യാസ് 5-year പ്ലാൻസ്. ഇവിടെ തന്നേക്കണേൽ 1ഉം 3ഉം ആണ് കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ എ ആണ് ആൻസർ വരിക. ഇനി നാലാമത്തെ, മാച്ച് ദ ഫോളോയിങ്. അതിൽ ഒന്നാമത്തേന് നാനാ സാഹിബ് എന്നുള്ളതിന് ഉത്തരം കാൺപൂർ ആണ്. ഇനി 2 മൗലവി അഹമ്മദുള്ള ഷാ, അതിന് ഉത്തരം ഫൈസാബാദ് ആണ്. 3 ബഹാദൂർ ഷാ സെക്കൻഡ്, അതിന് ഡൽഹിയാണ്. 4 ബീഗം ഹസ്രത് മഹൽ എന്നുള്ള നാലാമത്തേന് സി, അതായത് ലക്നൗ ആണ്. അതായത് സി ആണ് ആൻസർ വരിക. 5, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ആർ കറക്റ്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ കറക്റ്റ് ഉള്ളൂ, അതായത് ചൗരി ചൗര ഇൻസിഡൻറ്റ് ടുക്ക് പ്ലേസ് ഇൻ 1922 ഇൻ ഗുജറാത്ത് എന്നുള്ളത്. സി ആണ് ആൻസർ. 6, വിച്ച് ഈസ് ദ കറക്റ്റ് ക്രൊണോളജിക്കൽ ഓർഡർ ഓഫ് ദ ഫോളോയിങ് ഇവൻറ്റ്സ്. ആദ്യം നാലാമത്തെ, അതായത് അരുവിപുരം കോൺസിക്രേഷൻ, പിന്നെ 2 വൈക്കം സത്യാഗ്രഹ, പിന്നെ 1 ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, പിന്നെ 3 അതായത് പാലിയം സത്യാഗ്രഹ. അപ്പോൾ ബി ആണ് ആൻസർ. ഇനി ഏഴാമത്തെ, വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് അബൌട്ട് വാഗ്ബടാനന്ദ. 1ഉം 3ഉം 4ഉം ആണ് കറക്റ്റായിട്ടുള്ളത്, അതായത് ഡി ആണ് ആൻസർ. 8, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ആർ കറക്റ്റ്. ഇവിടെ തന്നിരിക്കുന്നതിൽ ഒന്നാമത്തെയും 3ാമത്തെയാണ് കറക്റ്റായിട്ടുള്ളത്, അതായത് ഡി ആണ് ആൻസർ. ഇനി 9ാമത്തെ, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ. ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അതിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്നുള്ളത് കറക്റ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഇൻകറക്റ്റ് ആണ്, അതായത് എ ആണ് ആൻസർ. ഇനി 10, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. 3 സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നാമത്തെയും 3ാമത്തെയും ആണ് ട്രൂ ആയിട്ടുള്ളത്, അതായത് എ ആണ് ഇതിൻ്റെ ആൻസർ വരിക. 11, ചൂസ് ദ ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ്. ഇവിടെ തന്നിരിക്കുന്നതിൽ സി ആണ്, മൗസ്, മൈക്രോഫോൺ, ലൈറ്റ് പെൻ, ടച്ച് സ്ക്രീൻ എന്നുള്ള സി ആണ്. ഇനി 12, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മോഡിഫയർ കീ. അത് PG UP എന്നുള്ള എ ആണ്. 13, വാട്ട് ഡു യു മീൻ ബൈ സ്ട്രിപ്പിംഗ്. തന്നേക്കണതിൽ 2ാമത്തെയാണ് കറക്റ്റായിട്ടുള്ളത്, അതായത് ബി ആണ് ആൻസർ. ഇനി 14, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സിസ്റ്റം സോഫ്റ്റ്വെയർ. പേജ് മേക്കർ, ഡി ആണ് ഉത്തരം. 15, W3C, the main international standards organization for World Wide Web, was founded on October 1st, 1994. A ആണ്. 16, which is the serial port standard used in communication. A ആണ്, RS-232C. 17, identify search engine from the following. ഇവിടെ തന്നിരിക്കുന്നതിൽ സി ആണ്, യാഹു ആണ് സെർച്ച് എഞ്ചിൻ. 18, choose the valid encoding format from the following. അത് ബി ആണ്, UTF-16 എന്നുള്ളത്. ഇനി 19, ദ റിച്ച് ടെക്സ്റ്റ് എഡിറ്റർ ആൻഡ് വേർഡ് പ്രോസസ്സർ ഫെസിലിറ്റി അവൈലബിൾ വിത്ത് വിൻഡോസ് ഫ്രം വിൻഡോസ് 95 ഈസ് വേർഡ് പാഡ് ആണ്, സി ആണ്. 20, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡർഡ് ആസ് വേൾഡ്സ് ഫസ്റ്റ് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ ഫോർ കമ്പ്യൂട്ടേഴ്സ്. സി ആണ്, റീപ്പർ. 21, എ ഡ്രോപ്പ് ക്യാപ്പ് ഈസ് എ ലാർജ് ക്യാപിറ്റൽ ലെറ്റർ ദാറ്റ് പ്രസൻസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ ടെക്സ്റ്റ് ബ്ലോക്ക് ഓർ എ പാരഗ്രാഫ്. വിച്ച് ആർ ദ പോസിബിൾ ഡ്രോപ്പ് ക്യാപ്പ് ഓപ്ഷൻസ് ഇൻ വേർഡ്. അത് 2 ഉണ്ട്, ഡ്രോപ്ഡും ഇൻ മാർജിനും. അപ്പോൾ സി ആണ് ആൻസർ.
22 if we want to remove unwanted parts of a image then we can use cropping A ആണ്. 23 the inventor of Microsoft Word is Charles Simonyi, അത് D ആണ്, and Richard Brody. 24 the three basic parts of a ribbon in Microsoft Word are അത് ആദ്യത്തെ മൂന്നെണ്ണമാണ് ടാബ്സ്, ഗ്രൂപ്പ്സ്, കമാൻഡ്സ്, അതായത് ബി ആണ് ആൻസർ. 25 ദ പൊസിഷൻ ഓഫ് ഓഫീസ് ബട്ടൺ ഇൻ MS Word ഈസ് അപ്പർ ലെഫ്റ്റ്, ഡി ആണ്. 26 വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ പ്രസൻറ്റ് ഇൻ ഹോം ടാബ്, ക്ലിപ്പ് ബോർഡും സ്റ്റൈൽസും, അതായത് ബി ആണ് ആൻസർ. 27 എ റെഫറൻസ് ടു ദ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഇൻ യുവർ ഡോക്യുമെൻറ്റ് ദാറ്റ് ക്യാൻ ബി ആഡഡ് യൂസിങ് ദ റെഫറൻസസ് ടാബ് ഈസ് കോൾഡ് സിറ്റേഷൻ, ഡി ആണ്. 28 the Ctrl+H shortcut key is used to perform open, find and replace dialog box with replace tab, B ആണ്. 29 in Microsoft Word the terms landscape and portrait are related with page orientation ആണ്, A ആണ്. 30 the shortcut key Ctrl+Alt+V is used for paste special ആണ്, B ആണ് ആൻസർ. 31 the Excel function used to count cells containing any information including error values, D ആണ് കൗണ്ട് എ എന്നുള്ളത്. 32 how can we maintain the original cell reference when we copy a formula, അത് എ ആണ്. put a dollar before the cell, row or column, എ ആണ്. 33 how can we set page border in Excel, D. ഇതിൽ തന്നേക്കണ ഒന്നല്ല, അപ്പം none of these ആണ്. 34 in Excel the most suitable chart used for comparing different categories of value is column chart, C ആണ്. 35 while creating an Excel file there will be 3 sheets by default, A ആണ്. 36 choose the steps to delete a sheet in MS Excel 2007 from the following, അത് B ആണ്, home, delete sheet എന്നുള്ളത്. 37 a formula that can perform multiple calculations on one or more items in an array, A ആണ് array formula. 38 the file extension of MS Excel workbook is B ആണ്, Excel SX. 39 the feature that helps you to enter predictable series or patterns of data in cell is autofill, C ആണ്. 40 choose the invalid data type from the following in Excel, D character. 41 the slide view that helps you to rearrange slides quickly and easily, B slide sorter. 42 the function key that helps to start the presentation from the beginning is D F5. 43 design scheme of colors, fonts and background that you can apply to your slides is called C theme. 44 the tab that allows you to add animation effects to different objects in slides is animation, A. 45 how you can add a hyperlink in your presentation, C both A and B, Ctrl+K യും insert hyperlink ഉള്ളത്. 46 the command that directs you to the first slide of the presentation is B ആണ്, Ctrl+H. 47 while drawing a shape using mouse which is the combination key used to get perfection, D Shift. 48 in MS Word 2007 the maximum allowed size of any font is C ആണ്, 1638 എന്നുള്ളത്. 49 identify the social blogging platform that has partnered with India Post Payments Bank, IPPB, a division of India Post, B ആണ്, KOO എന്നുള്ളത്. 50 choose the correct application that combines text, sound, graphics, motion, video and or animations, C multimedia. 51 Mr. Henry Mill invented the typewriter in the year 1714, അതായത് B ആണ്. 52 which of the following statements are true, ഇവിടെ തന്നിരിക്കുന്നതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും നാലാമത്തെയാണ്, അതായത് D ആണ് ആൻസർ. 53 which of the following statements are correct about overhead paper bale, അതിവിടെ തന്നിരിക്കുന്ന മൂന്നുണ്ട്, അപ്പോൾ A ആണ് ആൻസർ, all of the above എന്നുള്ളത്. 54 which statement are correct about cleaning a typewriter, അവിടെ തന്നിരിക്കുന്ന മൂന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് B ആണ്, all of these എന്നുള്ളത്. 55 the carriage rack moves on the pinion wheel towards left due to the force of the main spring, C ആണ് ഉത്തരം. 56 when the carriage is at rest the loose dog is holding the tooth of the escapement wheel and prevents it from rotating towards left, B ആണ് ആൻസർ. rocker mechanism contains loose dog, rigid dog, escapement wheel and pinion wheel to effect step by step movement of the carriage, A ആണ് ഉത്തരം.
58 ഫ്രം ദ ഫോളോയിങ് സിമ്പിൾസ് യൂസ്ഡ് ഫോർ പ്രൂഫ് കറക്ഷൻ ഫൈൻഡ് ദ കറക്റ്റ് ആൻസർ. ഇവിടെ തന്നിരിക്കുന്ന 1, 2, 3 ആണ് കറക്റ്റ്, അതായത് ഡി ആണ് ഉത്തരം. 59 ഇ ആൻഡ് ഒ ഇ സ്റ്റാൻഡ്സ് ഫോർ സി എറേഴ്സ് ആൻഡ് ഒമിഷൻസ് എക്സെപ്റ്റഡ്. 60 ഇഫ് വൺ ഓഫ് ദ ടീത്ത് ഓഫ് ദ എസ്കേപ്മെൻറ്റ് വീൽ ഈസ് ബ്രോക്കൺ ദർ വിൽ ബി ഡബിൾ സ്പേസ് മൂവ്മെൻറ്റ് ഇൻ ദ കാരിയേജ് ആഫ്റ്റർ എവറി 14 degrees പീരിയോഡിക്കലി. ബി ആണ് ഉത്തരം. ഇനി 61 തെറ്റായ പദം ഏത്? ഇവിടെ തന്നിരിക്കുന്നത് സി വ്യത്യസ്തം എന്നുള്ളതാണ്. 62 ഫ്രം എന്നതിന് തുല്യമായ മലയാള പദം, അത് പ്രേക്ഷകൻ എ ആണ്. 63 സന്നിഭം എന്ന പദത്തിൻ്റെ അർത്ഥം ബി തുല്യം. 64 തെറ്റില്ലാത്ത പദം ഏത്? ഡി യാദൃച്ഛികം. 65 വെൻ പിക്സ് ഫ്ലൈ എന്ന ഈ ഇംഗ്ലീഷ് പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ത്? എ സംഭവിക്കാൻ സാധ്യത തീരെ കുറഞ്ഞത്. 66 ശരിയായ രൂപം ഏത്? ഇവിടെ തന്നിരിക്കുന്നതിൽ ബി നിഘണ്ടു. 67 ലോകപരിജ്ഞാനം കുറവുള്ള ആൾ എന്നർത്ഥം വരുന്ന പ്രയോഗം കൂപമണ്ഡൂകം സി. 68 തെറ്റായ ജോഡി ഏത്? ഏകം പ്ലസ് ദ്വിത്വം എന്നുള്ളതാണ് തെറ്റ്. 69 ആദേശസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് എ വിണ്ണാറ്. 70 കളേബരം തനു വപുസ് ഗാത്രം ഇവ ഏത് പദത്തിൻ്റെ പര്യായങ്ങളാണ്? ബി ശരീരം. 71 അഞ്ചാം പത്തി എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ത്? ഡി ഒറ്റുകൊടുക്കുന്നവൻ. 72 ഏത് പദത്തിൻ്റെ പര്യായമാണ് ജാതവേദസ്? എ അഗ്നി. 73 ശരിയായ വാക്യം ഏത്? ഇവിടെ ഡി ആണ്, അച്ഛൻ്റെയും അമ്മയുടെയും ഇഷ്ടപുത്രി അവളായിരുന്നു എന്നുള്ളത്. 74 തെറ്റായ പദം ഏത്? ഇത് അഥർവവേദം എന്നുള്ള ഡി ആണ്. 75 ഡിസ്റ്റൻറ്റ് ഡ്രം സൗണ്ട്സ് വെൽ സമാനാർത്ഥം വരുന്ന മലയാളം ചൊല്ല് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച ബി ആണ്. 76 ശരിയായ രൂപം ഏത്? എ സ്രഷ്ടാവ്. 77 ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ഡി യഥാവിധി. 78 കവി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം സി കവയിത്രി. 79 ശരിയായ വാക്യം ഏത്? എ ആണ്, അധ്യാപകർ പഠിപ്പിക്കുകയും കുട്ടികൾ പഠിക്കുകയും ചെയ്തു. 80 മൂച്ചി എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ബി മാവ്. ഇനി 81 ടീച്ചിങ് അറ്റ് ദ ലോക്കൽ കോളേജ് ഈസ് ഹിസ് ബ്രെഡ് ആൻഡ് ബട്ടർ ബി ആണ്. 82 ദ മാഗസിൻ ഹാസ് ബീൻ കോയിനിങ് മണി സി ആണ്. 83 ചൂസ് ദ കറക്റ്റ് ഫ്രേസൽ വെർബ് ഷീ ആസ്ക്ഡ് ഹെർ ഫ്രണ്ട് ടു കം ഓവർ ടു ഇംഗ്ലണ്ട് ഫോർ എ ഹോളിഡേ സി ആണ്. 84 ചൂസ് ദ കറക്റ്റ് റിപ്പോർട്ടഡ് സ്പീച്ച് ഫ്രം ദ ഫോളോയിങ് സെൻറ്റൻസ് ജോൺ സെഡ് ഇറ്റ് ഹാസ് ബീൻ പ്ലസൻറ്റ് മീറ്റിംഗ് യു. എ ആണ്, ജോൺ റിമാർക്ക് ദാറ്റ് ഇഫ് ഇറ്റ് ഹാഡ് ബീൻ പ്ലസൻറ്റ് മീറ്റിംഗ് ഹെർ. 85 ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വെർബ് ഐ ഡാഷ് ഹിസ് ലെറ്റർ എ വീക്ക് എഗോ റിസീവ്ഡ് ആണ് ഡി. 86 ചൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് യു ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം. അപ്പോൾ ഇവിടെ ഡോണ്ട് എന്ന് വന്ന കാരണം അവിടെ നെഗറ്റീവ് ഉണ്ട്, അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൽ പാടില്ല, അപ്പോൾ ബി ആണ് ഡു യു എന്നുള്ളത്. 87 ചൂസ് ദ അപ്രോപ്രിയേറ്റ് അഡ്ജക്റ്റീവ് ഐ വാണ്ട് ടു ഹാവ് എ കപ്പ് ഓഫ് സ്ട്രോങ് ടീ ബി ആണ്. ഇനി 88 ഇവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അതിൽ നിന്നുള്ള ഇതാണ്. 88 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് കറക്റ്റ് അബൌട്ട് ആർക്കിയോളജിക്കൽ റെക്കോർഡ്സ് അത് എ ആണ് ഉത്തരം. ഇനി 89 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിനോണിം ഓഫ് ഐസൊലേറ്റഡ് അത് സെക്ലൂഡഡ് എ ആണ്. 90 പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് വെരി സ്ട്രേഞ്ച് അത് ഔട്ട്ലാൻഡിഷ് സി ആണ്. 91 ചൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾ എ ലിറ്റിൽ പേഷ്യൻസ് മേക്സ് ഓൾ ദ ഡിഫറൻസ് സി ആണ്. 92 പിക്ക് ഔട്ട് ദ പാസീവ് വോയിസ് തന്നേക്കണേൽ പാസീവ് വോയിസ് ആയിട്ടുള്ളത് ഹി വാസ് കോൾഡ് എ ലയർ എന്നുള്ളതാണ് എ ആണ്. 93 പിക്ക് ഔട്ട് ദ വേർഡ് വിത്ത് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഇവിടെ തന്നിരിക്കണേൽ കറക്റ്റ് സ്പെല്ലിംഗ് ആയിട്ടുള്ളത് എംബാരസിങ് സി ആണ്. ഇനി 94 ഇതിൽ ഫൈൻഡ് ദ പാർട്ട് വിത്ത് എററുള്ള ഭാഗം മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സി ആണ്, ടു റിസോൾവ് ക്ലാസ് റൂം മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് എറർ. ഇനി 95 അതുപോലെ തന്നെ എക്സ്പോസ്ഡ് ഡിസ്ട്രക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ്സ് എന്നുള്ളതാണ് ബി ആണ്. ഇനി 96 പിക്ക് ഔട്ട് ദ കറക്റ്റ് കണ്ടീഷണൽ ക്ലോസ് ഇവിടെ തന്നിരിക്കുന്നതിൽ ഇഫ് യു ഗോ ഔട്ട് ഇൻ ദ റെയിൻ യു വിൽ ഗെറ്റ് വെറ്റ് അതാണ് കണ്ടീഷണൽ ക്ലോസ് ആയിട്ടുള്ള ഡി ആണ്. 97 സ്പോട്ട് ദ എറർ ഫ്രീ സെൻറ്റൻസ് എമംഗ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഇപ്പോൾ തന്നിരിക്കുന്നതിൽ തെറ്റില്ലാത്ത സെൻറ്റൻസ് എന്ന് പറയുന്നത് ബി ആണ്, ഹി വാസ് എ പാറ്റേൺ ഓഫ് ദ ആർട്സ്. 98 പിക്ക് ഔട്ട് ദ ഗ്രാമാറ്റിക്കലി കറക്റ്റ് സെൻറ്റൻസ് ഈ തന്നിരിക്കുന്ന 4 ഇതിൽ ഗ്രാമർ ശരിയായിട്ടുള്ളത് ദ ടൂൾസ് ആർ ഇൻ ദ ടൂൾ ബോക്സ് എന്നുള്ള ബി ആണ്. 99 വിച്ച് സെൻറ്റൻസ് യൂസസ് ക്യാപിറ്റൽസ് ഇൻകറക്റ്റ്ലി ഡി ആണ്, ഐ റെഡ് എവറേജ് വേർഷൻസ് ഓഫ് ബുക്സ് എന്നുള്ളതാണ്. ഇനി 100 പിക്ക് ഔട്ട് ദ മീനിങ് ഓഫ് ദ ഫോളോയിങ് ഫ്രേസ് ഹി എക്സ്പീരിയൻസസ് ലെഫ്റ്റ് ഹെർ ഷെൽ ഷോക്ക്ഡ് എന്നുള്ളതിൻ്റെ ഇത് ഷീ വാസ് ട്രോമറ്റൈസ്ഡ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഇത്. ഓക്കെ, അപ്പോൾ
ഇത്രയാണ് ഇന്നത്തെ ഈ കഴിഞ്ഞ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ. നിങ്ങൾ ഈ ചാനൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ചെയ്യുക. LDC പോലുള്ളവർ ഇത് പഠിക്കുകയും ചെയ്യുക.